തിരുവനന്തപുരത്തിന്റെ നൈറ്റ് ലൈഫ് കേന്ദ്രം എന്നറിയപ്പെടുന്ന മാനവീയം വീതിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. സമയം ഏകദേശം 9 മണിയായിട്ടുണ്ട്. അങ്ങനെ ഒന്ന് വൈബടിക്കാം എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വീതിയിലേക്ക് ഒന്ന് വന്നത്. അപ്പോഴാണ് പെട്ടെന്നൊരു കാഴ്ച എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ചെറിയൊരു ഫ്ലെക്സ് ബോർഡാണ്. പക്ഷെങ്കിൽ അതിൽ എഴുതിയിരിക്കുന്ന വാചകം ഭയങ്കര സ്ട്രൈക്കിംഗ് ആണ്. മാനവീയം റാണിയെ കാണാനില്ല എന്നായിരുന്നു. ചില സമയങ്ങളിൽ മാത്രമേ ഞാനിവിടെ വരാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ മാനവീയമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല. എന്നാൽ ഈ മാനവീയ റാണിയെപ്പറ്റി ഒന്ന് അറിയണമെന്ന് തോന്നി. അതുകൊണ്ട് ഇവിടെയുള്ള ആളുകളോട് തന്നെ ചോദിക്കാമെന്ന് വിചാരിച്ചു. മാനവീയ റാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു പട്ടിയായിരുന്നു. ഇവിടെ എല്ലാ ജനങ്ങളുമായിട്ട് കുറേയൊക്കെ ബന്ധമുണ്ടായിരുന്നു. ഒരു 8-10 വയസ്സുണ്ട് അതിന്. അതിനെ കുറേ കഴിഞ്ഞ ആഴ്ച തൊട്ട് കാണാനില്ല. ഒരു ഹ്യൂമൻ മിസ്സാവുന്ന പോലെ തന്നെയാണ് അതിനെയും. ഇവിടെ വരുന്ന എല്ലാവരും ഇപ്പം എനിക്ക് തോന്നുന്നു റാണിക്ക് പകരം ഒരു കുഞ്ഞ് വേറൊരു ചെറുത് ഇപ്പം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതിനെ നോക്കുന്നുണ്ട്. പക്ഷേ റാണിയെക്കുറിച്ച് ഒരു പിടുത്തമില്ല. മാനവ റാണി എന്ന് പറഞ്ഞാൽ ആള് സ്മാർട്ടാണ്. പക്ഷേ പുള്ളിക്കാരെന്ന് വെച്ചാൽ നല്ല സൈസുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ലാബ് എന്ന് പറയും. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒന്നിലേ ഇത് എടുത്തുകൊണ്ട് പോയതാവാം. മരിക്കാനുള്ള ചാൻസ് ഒന്നും ആയിട്ടില്ല. 12 വയസ്സ് എന്തായാലും അടുപ്പിച്ചുണ്ട്. കുറേ ആളുകൾ അതിനെ അനുകൂലിക്കുന്നുണ്ട്, കുറച്ച് പേര് അതിനെ വേണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെയുള്ള എല്ലാ ആളുകളുമായിട്ടും അതിന് ബന്ധമുണ്ട്. ഒരു നല്ലൊരു പട്ടിയായിരുന്നു. എനിക്കൊരു 8 വർഷം കൊണ്ട് പരിചയമുണ്ട്. അന്വേഷണങ്ങളുടെ പോലീസ് പറയുന്നത് തെരുവ് നായല്ല. അതുകൊണ്ട് പിന്നെ അന്വേഷിക്കാനായിട്ട് ഒരാൾ കംപ്ലൈൻറ്റ് തന്നിട്ടില്ല. പൊതുജനമാണ് തരണത്. അതുകൊണ്ട് പിന്നെ എങ്ങനെ അന്വേഷിക്കുന്നതാണ് അവർ ചോദിക്കുന്നത്. പണ്ടത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 മണിക്ക് ശേഷം ഇവിടെ അധികം ആൾക്കാർ വരാറില്ല. ഇപ്പോഴാണ് ഈ നൈറ്റ് ലൈഫ് എന്ന് പറയുന്ന ഒരു പദ്ധതി തുറന്നു വിട്ടതിന് ശേഷമാണ് ആൾക്കാരെ കാണാൻ വേണ്ടി റാണി തുടങ്ങിയത്. പിന്നെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് മിസ്സിംഗ് ആണ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ആൾക്കാർ കൂടുമ്പോഴത്തേനും ഇവിടെ കല്ലെടുത്തടിക്കുക, കൈ കൊണ്ടാക്കുക, ചവിട്ടുക, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ വന്നപ്പോഴത്തേനും അവൾ തന്നെ സ്വാഭാവികമായിട്ട് എല്ലാവരുടെ ഇതിലോട്ട് ചാടിപ്പിടിക്കാൻ ഇപ്പോഴാണ് തുടങ്ങിയത്. ഇതിനെക്കുറിച്ചുള്ള ഒരു വിവരം ഇല്ലാത്തത് കൊണ്ടാണ് ഇതിങ്ങനെ ഫ്ലെക്സെങ്കിലും ഇരുന്നോട്ടെ, അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടുകയാണെങ്കിൽ. നമ്മളിവിടെ നിന്ന് ഓൾമോസ്റ്റ് ഉള്ള എല്ലാ ഫുട്ടേജുകളും നമ്മളിവിടെ എടുത്തായിരുന്നു. അവിടുത്തെ ബാങ്കിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഫുട്ടേജ് എടുത്തായിരുന്നു. പക്ഷേ ഇതുവരെയായിട്ടും കണ്ടെത്താൻ എത്തിയിട്ടില്ല. ഇവിടെ 10-ാം തീയതി രാവിലെ ഒരു 6 മണി വരെ റാണി ഉണ്ടായിരുന്ന ശേഷം പിന്നെ അതിന് ശേഷം റാണിയെ കാണുന്നില്ല. ഞാൻ ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ ഇവിടെ മനുഷ്യനെക്കാട്ടി സ്നേഹിക്കാൻ ഉള്ള ഒരു വ്യക്തിയുള്ളത്. മൃഗങ്ങളിൽ അവളൊരു പൊളിയാണത്. എന്തായാലും ഒരു ജീവന് ഇത്രയും വില കൊടുക്കുന്ന മനുഷ്യരെ കാണാൻ ബുദ്ധിമുട്ടാണ്. റാണി എവിടെയായാലും ഏത് ദിക്കിലായാലും ഉടനടി തിരിച്ചു വരട്ടെ. ഒരുപാട് ആളുകൾ മാനവീയത്തേക്ക് എന്നും വരുന്ന ഒരുപാട് ആളുകൾ റാണിക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്.